പ്രായം കൊണ്ട് മൂന്നാമത്തെ ആളാ അഖില. അവളുടെ വിവാഹം നടക്കണമെങ്കിൽ നാട്ടുകാരനുസരിച്ച് മൂത്തവരുടെ കല്യാണം ആദ്യം നടക്കണം. അതെ, അമൃതയുടെ അനഘയുടെയും കല്യാണം ആദ്യം നടത്തണം. എന്റെ കാര്യത്തിൽ അങ്ങനെ ആരും നിർബന്ധ ബുദ്ധി കാണിക്കണ്ട. അനിയത്തിമാരുടെ എല്ലാവരുടെയും ജീവിതം സെറ്റാക്കിയിട്ടേ ഞങ്ങള് കല്യാണം കഴിക്കുന്നുള്ളൂ, അല്ലേ അബി? അമൃതേച്ചിയുടെ അഭിയേട്ടനെ കല്യാണം എന്ന് നടക്കുന്നു അന്ന് മതി എനിക്കും കല്യാണം. ഞങ്ങൾക്ക് എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും കല്യാണം വേണ്ട. നിങ്ങളെ പിടിച്ച കല്യാണം കഴിപ്പിച്ച ശൈശവവിവാഹ കുറ്റത്തിന് ഞങ്ങളകത്തു. പിന്നെ നേരത്തെ അംബിക പറഞ്ഞൊരു കാര്യം ആലോചിച്ചപ്പോ ശരിയാണെന്ന് എനിക്കും തോന്നി. അമൃതയുടെയും അനഘയുടെയും അഖിലയുടെയും വിവാഹം ഒരുമിച്ച് നിശ്ചയിച്ച് ഒരുമിച്ച് നടത്തുന്ന വിധത്തിൽ ആലോചിച്ചാ എന്താ കുഴപ്പം? മൂന്ന് പേർക്ക് യോജിക്കുന്ന പങ്കാളികൾ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് ഇനി നീട്ടി വലിച്ചാലാ നാട്ടുകാരോന്ന് പറയാൻ പോകുന്നു. അത് ശരിയാ. അതൊരു നല്ല ഐഡിയ. അല്ല, അമൃതമോൾ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ 3 പേരുടെയും കല്യാണം ഒരാഘോഷമായിട്ട് നടത്തുന്നതിലേ എന്താ തെറ്റുമോളെ? അതങ്ങനെ തന്നെ അങ്ങ് നടക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അതാണെങ്കിൽ എനിക്കും എതിർപ്പില്ല. ഈ പറഞ്ഞതൊരു നല്ല കാര്യമായിട്ടാ എനിക്ക് തോന്നുന്നത്. 3 കല്യാണം ഒരുമിച്ച് നടത്തിയ ചെലവും കുറയില്ലേ, അല്ലേ? കണ്ടോ കണ്ടോ, അഭിയേട്ടൻ ഇപ്പൊ തന്നെ ചെലവിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. ഇങ്ങനെ പിശുക്കരുത് അഭിയേട്ടാ. അല്ല, ഇനിയുള്ളത് വിവേകിന്റെ ഫാമിലി ആയിട്ടുള്ള ആലോചനയാ. അതെന്താ വേണ്ടതെന്ന് വെച്ചാ എത്രയും പെട്ടെന്ന് നമുക്ക് സംസാരിക്കണം. ഒരു മാസത്തിനുള്ളിൽ നടത്തണമെന്നാ ഞാൻ കരുതിയത്. അത് പറ്റിയില്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ എൻഗേജ്മെന്റ് എങ്കിലും നടക്കണം. അടുത്ത 3 മാസത്തിനകം വിവാഹവും നടക്കണം. എനിക്ക് ചില കാര്യങ്ങൾ അമൃതയോട് തനിച്ച് സംസാരിക്കാനുണ്ട്. എന്തെങ്കിലും പറയാണ്ട് ഇവിടെ വെച്ച് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു രഹസ്യ സംസാരമൊന്നും വേണ്ട. സുമേഷിന്റെ വിവാഹ സമയത്ത് ഞങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ, അതൊക്കെ പറഞ്ഞു തീർക്കണം. മോള് വാ. അതിരിക്കട്ടെ ചേട്ടാ, ഫോണിങ് തന്നെ നോക്കട്ടെ. അല്ല, അത് വേണോ? വേണം തന്നെ. അതെ, പാസ്വേഡ് മാറ്റാനാണെങ്കിൽ അത് ഞാൻ തന്നെ മാറ്റിത്തരാം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടണ്ട. ഒരു ഫോണിന്റെ പാസ്വേഡ് മാറ്റാനൊക്കെ എനിക്കറിയാം. അതിന് പഴയ പാസ്വേഡ് അറിഞ്ഞാ മതി. അതിപ്പോ നാട്ടിൽ പാട്ടാണല്ലോ. മാമിക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളത്? നമ്മളെല്ലാവരും ബന്ധുക്കളായതുകൊണ്ട് ഈ കല്യാണത്തിന് സ്ത്രീധനം വേണമെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല. പക്ഷേ സ്വർണത്തിന്റെ കാര്യത്തിൽ എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട്. എന്തുണ്ടെങ്കിലും അത് മാമിക്ക് എന്നോട് തുറന്നു പറയാലോ. ഈ വിവാഹം നടക്കണമെങ്കിൽ നീ അഖിലയ്ക്ക് 60 പവൻ സ്വർണം സ്ത്രീധനമായി കൊടുക്കണം. വിവാഹം കഴിഞ്ഞാലുടനെ താലിമാല ഒഴികെയുള്ള മുഴുവൻ ഉരുപ്പടികളും എനിക്ക് എന്റെ സ്വാതന്ത്ര്യത്തിൽ കിട്ടണം. അത് 60 പവൻ ഉണ്ടാവുകയും വേണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.